റോമാലേഖനം 13-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവചനമാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് എന്തായി ചെയ്യുന്നത് എന്നുള്ളതാണ്. റോമൻസ് ചാപ്റ്റർ 13:4. ആ പദപ്രയോഗത്തിന് ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് അർത്ഥം മാറും അല്ലെ. കൊച്ചെ നീ എന്നാ ചെയ്യുന്നേ, വേറെ എന്താ നീ ചെയ്യുന്നേ? അപ്പൊ അരുതാത്തത് എന്തോ ചെയ്തു പോയി എന്നൊരു ധ്വനിയാണ് അതിനകത്ത് കിടക്കുന്നത് അല്ലെ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട നമ്മളൊരു അതിഥിക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു സംഗതി, ഒരു കസേര ആക്കിയിട്ട് അപ്പൊ ആരെങ്കിലും അതൊക്കെ എന്നെ ചെയ്യുന്നത് അല്ലേ, പലതരത്തിൽ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാം. റോമ 13:4 പറയുകയാണ്, എന്തെന്നാൽ നിന്റെ നന്മയ്ക്കു വേണ്ടി ദൈവത്തിന്റെ ശുശ്രൂഷകനാണ് അവൻ. റോമാലേഖനം 13-ാമത്തെ അധ്യായത്തിൽ അധികാരത്തെക്കുറിച്ച്, അനുസരണത്തെക്കുറിച്ചൊക്കെ പറയുന്നതാണ്. അവിടെ പറയുക അധികാരിയുടെ ദൗത്യം എന്താണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവനെ നീ ഭയപ്പെടണം, ബഹുമാനിക്കുന്ന അർത്ഥത്തിൽ പറയുകയാണ്. നീ നന്മ ചെയ്യുന്നവനാണെങ്കിൽ കുഴപ്പമില്ല, നീ നന്മ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയാം. ദൈവത്തിൽ നിന്നാണ് അധികാരം, അതൊക്കെ അതിനൊക്കെ നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ള. എന്നിട്ട് പറയുന്ന കാര്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് അതൊരു അധികാരിയുടെ കടമ? എന്തെന്നാൽ നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്. അപ്പൊ നിങ്ങളതൊന്ന് ആ വചനത്തെക്കുറിച്ച് ചിന്തിച്ചേ. ഏതെങ്കിലും ഒരു അധികാരമില്ലാത്ത ആരെങ്കിലും ലോകത്തിൽ കാണിയാൽ, ഇപ്പൊ കുടുംബത്തിലാണെങ്കിലും ആരെങ്കിലും അല്ലേ, ഇപ്പൊ വീട്ടിലാണെങ്കിലും അതിനൊക്കെ ആരെങ്കിലും 2 ജോലിക്കാരെങ്കിലും ആരെങ്കിലും ഒക്കെ നമ്മുടെ കീഴിൽ ഞാൻ പറയുന്നില്ല, അപ്പൊ ചേർന്ന് നിൽക്കുന്നവരാണ്. ലോകത്തിലെ എല്ലാ മാനങ്ങളിലും അങ്ങനെ ചിന്തിക്കുക. ആരെങ്കിലുമൊക്കെ നമ്മളൊരു ഗൈഡൻസ് കൊടുക്കേണ്ടവരാണ്. അപ്പൊ നമുക്ക് ഈ അധികാരം ദൈവം ഏൽപ്പിച്ച് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? എന്താ എന്റെ ദൗത്യം വെച്ചാൽ, എന്തെന്നാൽ അവന്റെ നന്മയായിരിക്കണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി, മോട്ടീവ് അല്ലെ. ആദ്യം അവന്റെ നന്മയായിരിക്കണം. എന്ത് വഴക്ക് പറയുമ്പോഴും തിരുത്തുമ്പോഴും എന്തിനും അധികാരം, അല്ലാതെ നമ്മുടെ സ്വാർത്ഥതയാകരുത്. അതാണ് അവന്റെ നന്മയ്ക്ക് വേണ്ടി. പിന്നെ ദൈവത്തിന്റെ. അപ്പം ഇവന് ശുശ്രൂഷ ചെയ്യാൻ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുക. മാലാഖമാരെ കുറിച്ച് പറയുന്ന നേരത്തെ എന്നാ പറയുന്നത് അല്ലെ, അതായത് മനുഷ്യർക്ക് ദൈവത്തിന് അവകാശികളാകാതിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട സേവകാത്മാക്കളല്ലേ അവര്. അപ്പൊ അപ്പൊ നിങ്ങൾ പൊസിഷൻ ആദ്യം ചിന്തിച്ചു വയ്ക്കുക. എന്നിട്ടാണ് നമ്മൾ ഈ പൊസിഷൻ നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ചോദിച്ചത് എന്നതായി ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ അർത്ഥം അതാണ്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ആത്മശോധന നമുക്ക് വളരെ നല്ലതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.